IC നിർബന്ധമാണ്, IC ഉണ്ട് എന്നുള്ളതുകൊണ്ട് IC ഇല്ലാത്ത കാലത്തേക്കാൾ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടായാൽ ഇന്ന കാര്യങ്ങൾ IC മുമ്പാകെ അറിയിക്കാം, അതിൻ്റെ ഡ്യൂ പ്രോസസ് ഉണ്ട്, അതനുസരിച്ച് അവിടെ കാര്യങ്ങൾ നടക്കുമെന്ന അവസ്ഥ ഒരു മലയാളം സിനിമയുടെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടോ? എന്താണ് താങ്കളുടെ അനുഭവം? നോക്കൂ, ചില കാര്യങ്ങള് പിന്നെ നമ്മൾ ഒന്നിച്ച് ഒരു 10 സ്റ്റെപ്പ് നമുക്ക് ഒന്നിച്ച് വെക്കാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്കാണ് IC രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. IC രൂപീകരിക്കുന്ന സമയത്ത് ഫിലിം ചേംബറിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അതാത് പ്രൊഡക്ഷനുകളിൽ IC നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ IC മെമ്പേഴ്സിന് ഇതിനെക്കുറിച്ച് എന്താണ് IC എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പുകളിലൂടെയൊക്കെ അവർ കടന്നു പോവുക എന്നുള്ളതാണ്. അല്ലാതെ പലർക്കും അറിയില്ല യഥാർത്ഥത്തിൽ എന്താണ് IC കമ്മിറ്റിയുടെ ഭാഗമായി ഇരിക്കുമ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള നിയമ പരിജ്ഞാനമില്ലായ്മ യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പം അത് കൃത്യമായിട്ട് വരേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് കൃത്യമായിട്ട് പ്രൊഡക്ഷനിലുള്ള എല്ലാവരെയും ഈ ICയുടെ ഇൻഫർമേഷൻസ് കൊടുക്കണമെന്ന് മോണിറ്ററിംഗ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ ഒട്ടിച്ചു വെക്കുക അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ കൃത്യമായിട്ടല്ല. IC നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് ഈ ICയിൽ കൃത്യമായിട്ട് പറയാവുന്നതാണ്, പരാതിപ്പെടാവുന്നതാണ്, നിങ്ങൾക്ക് ഇന്ന രീതിയിലുള്ള സപ്പോർട്ട് കിട്ടും എന്ന ഇൻഫർമേഷൻ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. അത് സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് അത് സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ വിൻസിയുടെ ഈ കേസ് അത്തരം കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റെപ്പിലേക്കൊക്കെ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഇൻഡസ്ട്രിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ്. അതൊരു പ്രേരണ ആവട്ടെ എന്ന് എല്ലാവർക്കും ആഗ്രഹിക്കും.